ആ സത്യം അറിയാവുന്ന ഒരേ ഒരാൾ രാജേട്ടനായിരുന്നു. രാജേട്ടന് മുന്നിൽ ഞാൻ നല്ലവനായി അഭിനയിച്ചു. ഒടുവിൽ രാജേട്ടനിൽ നിന്നാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. ഭാനുമതി അപ്പച്ചിയും ഷോണിൻ്റെ മമ്മയും സാറ ആൻറ്റിയും ഒരേ ദിവസം ഒരേ ആശുപത്രിയിലായിരുന്നു പ്രസവത്തിനായി അഡ്മിറ്റായത്. ചെറിയൊരു അപകടത്തിൽ വീണതിനെ തുടർന്ന് സാറ ആൻറ്റിയെ അടിയന്തിരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞു മരിച്ചിരുന്നു. ഡോക്ടർമാർ ആ വിവരം ഡാനിയൽ അങ്കിളിനെ അറിയിച്ചു. സാറ ആൻറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല. കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുന്ന സമയത്ത് ഡാനിയൽ അങ്കിള് തൊട്ടടുത്ത പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഭാനുമതി അപ്പച്ചി ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ആ നിമിഷം തന്നെ എൻ്റെ അച്ഛൻ ആശുപത്രി അധികൃതരുടെ സഹായത്തോടെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് രഹസ്യമായി മാറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ വേണ്ടി രാജേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അന്ന് ആശുപത്രിക്ക് മുന്നിലെ പള്ളിക്കരികിൽ നിർത്തിയിരുന്ന ഒരു കാറാണ് രാജേട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കാറിനുള്ളിൽ രാജേട്ടൻ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. വിധിയുടെ കളി. അത് ഡാനിയൽ അങ്കിളിൻ്റെ കാറായിരുന്നു. ഡാനിയൽ അങ്കിൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്യും എന്നറിയാൻ രാജേട്ടൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ആ കുഞ്ഞിനെ അങ്കിൾ കയ്യിലെടുക്കുന്നതും ചുംബിക്കുന്നതും നെഞ്ചോട് ചേർക്കുന്നതും അന്ന് രാജേട്ടൻ നേരിൽ കണ്ടിരുന്നു. പിന്നീട് ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റബോധം രാജേട്ടനെ വേട്ടയാടാൻ തുടങ്ങി. എൻ്റെ അച്ഛനറിയാതെ ആ കുഞ്ഞിനെക്കുറിച്ച് അയാൾ രഹസ്യമായി അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഇതൊക്കെയും രാജേട്ടനാണ് എന്നോട് തുറന്ന് പറഞ്ഞത്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന പേരിൽ ഷോണും അജുവും ഇടയ്ക്കിടെ തറവാട്ടിൽ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ഷോണിനൊപ്പം അവൻ്റെ പപ്പയും ഉണ്ടായിരുന്നു. ഡാനിയൽ അങ്കിളിനെ കണ്ട നിമിഷം രാജേട്ടൻ്റെ മുഖം വിളറിയത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ആ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് ഷോൺ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനു പുറമെ പഴയ ആരിൻ്റെ മുഖസാദൃശ്യം അപ്പോഴേക്കും ഷോണിൽ പ്രകടമായി തുടങ്ങിയിരുന്നു. ആദി ഒരു നിമിഷം നിശബ്ദനായി. ആ നിമിഷം മുതൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് അസൂയ തോന്നി തുടങ്ങി. അപ്പോഴും ഞാനോ അവനോ മുല്ല എന്ന നിന്നെ കണ്ടെത്തിയിരുന്നില്ല. പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ തൻ്റെ ഭാവി ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഷോൺ പറയുമായിരുന്നു. അവൻ പറയുന്ന ഓരോ കാര്യവും കേൾക്കുമ്പോഴും എനിക്ക് ആശ്വാസമായിരുന്നു. കാരണം അവൻ്റെ സ്വപ്നത്തിലെ പെണ്ണിന് മുല്ലയുമായി യാതൊരു സാമ്യവും ഇല്ലായിരുന്നു. പിന്നീട് ഈ സത്യങ്ങളൊക്കെയും ഷോൺ അറിയരുതെന്ന് ഞാൻ രാജേട്ടനോട് കർശനമായി പറഞ്ഞു. വിചിത്രമെന്ന് പറയട്ടെ, അപ്പോഴും എനിക്ക് ഷോണിനോടൊരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. അവനെ ചതിക്കരുത്, അവനെ വേദനിപ്പിക്കരുത് എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് അകന്നു നിന്നത്. മുല്ല പുനർജനിച്ചിട്ടില്ല, ആര്യനും മുല്ലയും വെറും കഥകളാണ്, അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ സ്വയം വിശ്വസിപ്പിച്ചു. വിദേശത്തേക്ക് പോയി പഠനം പൂർത്തിയാക്കി അവിടെ ജോലി നേടി. ഇടയ്ക്കൊക്കെ നാട്ടിൽ വന്നു പോയി. പഴയതെല്ലാം മറന്ന് ഒരു പുതിയ ആദിയായി ജീവിച്ചു. അവൻ ഒരു കൈപ്പേറിയ ചിരി ചിരിച്ചു. പക്ഷേ വിധി എന്നെ വെറുതെ വിട്ടില്ല. ഒരു ദിവസം ഷോൺ എന്നെ വിളിച്ചു. അവൻ്റെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. പപ്പ കണ്ടുപിടിച്ച പെണ്ണ, അത്രേ അവന് പറഞ്ഞുള്ളൂ. അപ്പോഴും മുല്ല എന്ന പേര് എൻ്റെ മനസ്സിലൂടെ പോലും കടന്നു പോയില്ല. കാരണം ഞാനെല്ലാം മറന്നിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ ഉടനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ അവൻ എനിക്ക് അയച്ചു തന്നു. ആ ചിത്രം കണ്ട നിമിഷം എൻ്റെ ശ്വാസം നിലച്ചു പോയി. അവൻ്റെ തോളോട് ചേർന്ന് നിന്ന്, മുല്ല, ഞാൻ എന്താണോ ഭയന്നത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ആര്യനും മുല്ലയും വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. ആദിയുടെ കണ്ണുകളിൽ വീണ്ടും ഭ്രാന്ത് നിറഞ്ഞു. അപ്പോൾ മുത്തശ്ശിയുടെ അവസാന വാക്കുകൾ എൻ്റെ കാതിൽ വീണ്ടും മുഴങ്ങി. ആ കുഞ്ഞിൻ്റെ നിലവിളി ഓരോ ജന്മത്തിലും നിന്നെ പിന്തുടരും. ആ നിമിഷം ഞാൻ വീണ്ടും പഴയ ആദിയായി. നിങ്ങളെ പിരിക്കുക, അതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. ആദ്യപടിയായി നിൻ്റെ അനിയത്തിയുടെ പേരിൽ ഞാനൊരു നാടകം ഒരുക്കി. മാസ്റ്റർ എന്ന പേരിൽ ഞാൻ ആരാണെന്ന് പോലും വെളിപ്പെടുത്താതെ ഓരോ കരുക്കളും ഞാൻ നീക്കി. പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി പിരിക്കുക അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായതോടെ ഞാൻ പദ്ധതി മാറ്റി. ഷോണിനെ ഇല്ലാതാക്കണം. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കരുത്. അതായിരുന്നു എൻ്റെ ലക്ഷ്യമായി മാറിയത്. ഹണിമൂൺ ആഘോഷിക്കാൻ ആദ്യമായി നിങ്ങൾ തറവാട്ടിലേക്ക് വരികയാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ പക ആളിക്കത്തി. നിങ്ങളെ വഴിയിൽ തടയാൻ ഞാൻ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കി.
പക്ഷേ ഷോണിൻ്റെ കൈക്കരുത്തിന് മുന്നിൽ അവർ തോറ്റുപോയി. അതിനുശേഷം ആ രാത്രിയിൽ നിങ്ങൾക്കുള്ള മണിയറ ഒരുക്കാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത്. അന്നത്തെ രാത്രിയിൽ ഞാൻ അവിടെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ അലയുകയായിരുന്നു. മുല്ലയോടുള്ള ഭ്രാന്തമായ പ്രണയവും എൻ്റെ ഉള്ളിലെ ഭയവുമാണ് എന്നെ ഓരോ കുറ്റകൃത്യങ്ങളിലേക്കും തള്ളിവിട്ടത്. ഷോണിനെ കൊല്ലാൻ കള്ളിൽ വിഷം കലർത്തി അവൻ്റെ ബാഗിൽ പാമ്പിനെ ഒളിപ്പിച്ചു. പക്ഷേ ഒന്നും ഫലിച്ചില്ല. അപ്പോഴും നേരിയൊരു ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ പഠനം കഴിയുന്നത് വരെ ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് ഷോണൊരിക്കൽ പറഞ്ഞിരുന്നു. കൊണ്ട് 2 വർഷം ഞാൻ കാത്തിരുന്നു. പക്ഷേ ഒരു ദിവസം അച്ഛനാവാൻ പോകുന്ന സന്തോഷ വാർത്ത പറഞ്ഞ് ഷോൺ എന്നെ വിളിച്ചു. ആ നിമിഷം എൻ്റെ ഉള്ളിലെ ഭയം വീണ്ടും ഉണർന്നു. നിങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു. ഓരോ തവണയും ഞാൻ പരാജയപ്പെട്ടു. ഒടുവിൽ ആരും അറിയാതെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ഷോൺ നിൻ്റെ കൂടെയുള്ളിടത്തോളം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ വളരെ വിദഗ്ധമായി കൊടുക്കാൻ ശ്രമിച്ചത്. അതെ, അതും ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ ഏർപ്പാടാക്കിയ എൻ്റെ സ്പൈ വർക്കർ ആ രോഗിക്ക് മരുന്ന് മാറി നൽകി. പക്ഷേ ആ രോഗി രക്ഷപ്പെട്ടു. അവിടെയും ഞാൻ പരാജയപ്പെട്ടു. ഒടുവിൽ അന്ന് ആശുപത്രിയിൽ വെച്ചാണ് നമ്മൾ ആദ്യമായി നേർക്കുനേർ കണ്ടുമുട്ടിയത്. നിന്നെ കൊല്ലാൻ തന്നെയായിരുന്നു അന്ന് നിന്റെ കഴുത്തിൽ ഞാൻ പിടിച്ചത്. പക്ഷേ ആദിയുടെ നോട്ടം പതിയെ നിദ്രയുടെ ഉദരത്തിലേക്ക് നീങ്ങി. അവൻ്റെ മുഖം ക്രൂരത കൊണ്ട് വികൃതമായി. നിന്റെ ഈ നശിച്ച കുഞ്ഞ് ഓരോ തവണയും എൻ്റെ പദ്ധതികൾ തകർത്തു. ആദിയുടെ ഓരോ വാക്കും കേട്ട് നിദ്ര ശില പോലെ നിശ്ചലമായി നിന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ആദി വീണ്ടും തുടർന്നു. ഒടുവിൽ ഷോൺ അവിടേക്ക് വന്നതോടെ എനിക്ക് രക്ഷപ്പെടേണ്ടി വന്നു. പക്ഷേ അന്ന് എൻ്റെ കഴുത്തിലെ ടാറ്റു അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ആദ്യമായി അവൻ്റെ സംശയം എന്നിലേക്ക് നീളുന്നത്. അതിനുശേഷം ആരും അറിയാതെ അവൻ അന്വേഷണം തുടങ്ങി. ആദ്യമൊക്കെയും മാസ്റ്ററിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഷോൺ എന്നോട് തുറന്നു പറയുമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി എനിക്കറിയാമായിരുന്നു. പക്ഷേ പിന്നീട് അവനെല്ലാം എന്നിൽ നിന്നും മറച്ചു വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ്റെ സംശയം എന്നിലേക്കാണ് നീളുന്നതെന്ന്. അതിനുശേഷം ഒരു സംശയവും തോന്നാത്ത തരത്തിൽ അജുവിൽ നിന്നാണ് ഞാൻ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം മെഡിക്കൽ ക്യാമ്പിന് ഷോൺ പോകുന്ന കാര്യം അജുവിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. അതോടൊപ്പം മറ്റൊരു കാര്യവും, മാസ്റ്റർ ആരാണെന്ന് ഷോൺ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന എല്ലാവരുടെയും മുന്നിൽ ആ സത്യം വെളിപ്പെടുത്തുമെന്നും. അത് കേട്ട നിമിഷം എൻ്റെ ഉള്ളിലെ ഭയം ഇരട്ടിയായി. അന്ന് തന്നെ ഞാൻ അവസാന പദ്ധതി ഒരുക്കി. പിറ്റേന്ന് രാവിലെ കേരളം മുഴുവൻ ഞെട്ടിയുണർന്ന ആ വാർത്ത. മേഘവനത്തിലെ മെഡിക്കൽ ക്യാമ്പിലേക്ക് പോവുകയായിരുന്ന ഡോക്ടർമാർ സഞ്ചരിച്ച വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. 4 പേരും മരണത്തിന് കീഴടങ്ങി. ആ വാർത്ത ഓർത്തെടുത്തതുപോലെ ആദി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ ചിരി ആ മുറിയാകെ മുഴങ്ങി. ആ ചിരിക്ക് മുന്നിൽ നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അതേസമയം ഷോണിൻ്റെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തക സംഘം അവനെയും കൂട്ടി നേരെ ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ജീവനോടെ ഷോണിനെ തൻ്റെ മുന്നിൽ കണ്ട നിമിഷം അജു അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സുഹൃത്ത് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന വിശ്വസിക്കാനാവാത്ത സത്യം അവനെ കുറച്ച് നിമിഷങ്ങൾ വാക്കുകളില്ലാതെയാക്കി. എന്നാൽ ഷോണിന് വികാരങ്ങൾക്ക് വഴങ്ങാൻ സമയമുണ്ടായിരുന്നില്ല. നിദ്ര എവിടെയാ? അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞ ആകുലത എല്ലാവരെയും അസ്വസ്ഥരാക്കി. ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അജുവിൻ്റെ മുഖം വേദന കൊണ്ട് മങ്ങി. വൈകുന്നേരം മുതൽ ആദിയെയും നിദ്രയും കാണാനില്ല. എവിടെയാണെന്ന് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ആ വാക്കുകൾ കേട്ടതും ഷോണിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അജുവിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ കാറിൻ്റെ താക്കോൽ വാങ്ങി. ഞാൻ അവളെ കണ്ടെത്തും, അത്രമാത്രം പറഞ്ഞവൻ പുറത്തേക്ക് പാഞ്ഞു. അടുത്ത നിമിഷം തന്നെ കാർ മിന്നൽ വേഗത്തിൽ റോഡിലൂടെ കുതിച്ചു പാഞ്ഞു. സ്വാമി പറഞ്ഞിരുന്ന അടയാളങ്ങളും ആദ്യ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള എല്ലാ രഹസ്യ താവളങ്ങളും ഷോണിൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് അവനറിയാമായിരുന്നു. സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ച കൈകളുമായി നിദ്രയെ എന്ത് വില കൊടുത്തും രക്ഷിക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യവുമായി ഷോൺ ഇരുട്ടിനെ കീറി മുറിച്ച്
മുന്നോട്ട് കുതിച്ചു. ഇതേ സമയം നിദ്രയുടെ കണ്ണുകൾ രക്തവർണ്ണമായി. അപ്പോൾ എൻ്റെ ഇച്ഛായനെ നിങ്ങൾ? പല്ലുകൾ കടിച്ചു പിടിച്ചവൾ ചോദിച്ചു. അടുത്ത നിമിഷം തന്നെ അവൾ ആദിയുടെ ഷർട്ടിൻ്റെ കോളറിൽ ഇരു കൈകളും കൊണ്ട് മുറുകെ പിടിച്ചു. എന്ത് തെറ്റാ എൻ്റെ ഇച്ഛായൻ നിങ്ങളോട് ചെയ്തത്? എന്തിനാ അദ്ദേഹത്തിൻ്റെ ജീവിതം തകർത്തത്? എന്തിനാ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്? അവളുടെ ഓരോ വാക്കും വേദനയും ദേഷ്യവും നിറഞ്ഞതായിരുന്നു. എന്നാൽ ആദിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. മറിച്ച് അവൻ വിചിത്രമായൊരു ചിരിയോടെ നിദ്രയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. പതിയെ അവൻ അവളുടെ കൈകൾ തൻ്റെ ഷർട്ടിൽ നിന്ന് വേർപെടുത്തി. ശേഷം അവളുടെ വലത് കൈ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിദ്ര. അവൻ്റെ ശബ്ദം മൃദുവായിരുന്നുവെങ്കിലും അതിലൊളിഞ്ഞിരുന്നത് ഭ്രാന്തമായ അധീനതയായിരുന്നു. ഈ ഹൃദയം ഇപ്പോഴും വെടിക്കുന്നത് നിനക്ക് വേണ്ടിയാ. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അതിന് മാറ്റമുണ്ടാകില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം തന്നെ നിദ്രയുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. തുടരുതെന്നെ. അവൾ ഒറ്റയടിക്ക് കൈ വലിച്ചെടുത്ത് ആദ്യ ശക്തിയായി തള്ളി. ആ പ്രഹരത്തിൽ ആദ്യ 2 അടി പിന്നിലേക്ക് നീങ്ങിയെങ്കിലും അവൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല. നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പാ, നിദ്ര വിറച്ചുകൊണ്ട് പറഞ്ഞു. പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്തത് സ്നേഹമല്ല, ഭ്രാന്ത, ക്രൂരതയാ. സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി നിരപരാധികളുടെ ജീവൻ പോലും ഇല്ലാതാക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നുക. ഒരു നിമിഷം മുറിയാകെ നിശബ്ദമായി. പിന്നീട് ആദ്യ പതിയെ തല കുലിച്ച് ചിരിച്ചു. ആ ചിരി ക്രമേണ പൊട്ടിച്ചിരിയായി മാറി. ഭ്രാന്തോ? അവൻ പതിയെ തല ഉയർത്തി. അതെ, ഞാൻ ഭ്രാന്തനാ. അവൻ്റെ കണ്ണുകളിൽ വീണ്ടും ഭയപ്പെടുത്തുന്ന തിളക്കം നിറഞ്ഞു. പക്ഷേ ആ ഭ്രാന്തിന് കാരണം നീയാ നിദ്ര. അല്ലെങ്കിൽ പറയാം മുല്ല. ആ പേര് കേട്ടതും നിദ്രയുടെ മുഖം വീണ്ടും വിളറി. ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും എനിക്ക് നിന്നെ മാത്രം മതിയായിരുന്നു. അവൻ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. ഇടയിൽ വന്നവരെയെല്ലാം ഞാൻ മാറ്റി. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൻ ക്രൂരമായൊരു പുഞ്ചിരിയോട് തുടർന്നു. ഇനി അവസാനമായി എൻ്റെ വഴി നിൽക്കുന്നത് ഈ കുഞ്ഞു മാത്രമാണ്. അതിനെയും ഞാൻ ഇല്ലാതാക്കും. അത് കഴിഞ്ഞേ ഞാൻ നിന്നെ തൊടുള്ളൂ. ആ വാക്കുകൾ കേട്ടതും നിദ്രയുടെ ഹൃദയം ശക്തമായി മിടിച്ചു. അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അതിന് നിനക്കൊരിക്കലും കഴിയില്ല. എൻ്റെ ഇച്ഛായൻ ജീവനോടെയുണ്ട്, എനിക്കുറപ്പുണ്ട്. ആദിയുടെ ചിരി ഒരു നിമിഷം മങ്ങി. എന്ന അടുത്ത നിമിഷം തന്നെ അവൻ വീണ്ടും പുഞ്ചിരിച്ചു. ഉണ്ടെങ്കിൽ അവൻ നിദ്രയുടെ മുഖത്തേക്ക് കുനിഞ്ഞു. അവൻ വരട്ടെ. ഈ കളിയുടെ അവസാനം ഞാൻ ആരാണെന്ന് അവനും കണ്ടറിയട്ടെ. പക്ഷേ അതൊക്കെ വെറും പാഴ് സ്വപ്നമാണ് നിദ്ര. വരും, എൻ്റെ ഇച്ഛായൻ വരും. നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിദ്രയുടെ വാക്കുകൾ കേട്ട് ആദ്യം അവളുടെ കഴുത്തിന് പിടിക്കാനൊരുങ്ങി. അടുത്ത നിമിഷം ഏതോ ഒരു അദൃശ്യ ശക്തി അവനെ പിടിച്ചു തള്ളിയതും അവൻ ദൂരേക്ക് തെറിച്ചു വീണു. അവൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അവൻ പല്ലുകൾ കടിച്ചു പിടിച്ച് കൈ കിട്ടിയ ഒരു ഹോക്കി സ്റ്റിക്ക് എടുത്ത് പതിയെ എഴുന്നേറ്റു. നിദ്രയാകട്ടെ ഭയത്തോടെ അവനെ നോക്കി നിന്നു. അവളുടെ കൈകൾ അറിയാതെ തൻ്റെ ഉദരത്തിന് മുകളിലേക്ക് ചേർന്നു. അപ്പോഴേക്കും ഷോൺ ആ കെട്ടിടത്തിന് അരികിലേക്ക് എത്തിച്ചേർന്നു. വണ്ടിയിൽ നിന്നിറങ്ങി അവൻ മുന്നോട്ട് നടന്നു. ഹൃദയം അസ്വാഭാവികതയോടെ മിടിക്കാൻ തുടങ്ങി. അവൻ്റെ കാലുകൾ മറ്റാരോ നിയന്ത്രിക്കുന്നത് പോലെ നിദ്രയുടെ വയറ്റിലേക്ക് ഹോക്കി സ്റ്റിക്ക് വെച്ച് ആഞ്ഞടിക്കാൻ ഒരുങ്ങിയ നേരം അടഞ്ഞുകിടക്കുന്ന മുറിയുടെ വാതിൽ ശക്തമായി തുറന്നു. വാതിൽ ഒരു പൊട്ടിത്തെറി പോലെ തുറന്നടഞ്ഞു. ആ ശബ്ദത്തിൽ മുറിക്കുള്ളിലെ വായു പോലും നിശ്ചലമായി. ഹോക്കി സ്റ്റിക്ക് ഉയർത്തിയ നിലയിൽ നിന്നിരുന്ന ആദി ഞെട്ടലോടെ വാതിലിലേക്ക് തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിന്നിരുന്ന രൂപം കണ്ടതും അവൻ്റെ മുഖത്തെ ക്രൂരമായ പുഞ്ചിരി മാഞ്ഞു. ക്ഷീണിച്ചിരുന്നെങ്കിലും തീ പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമായി ഷോൺ. ഇച്ഛായ. നിദ്രയുടെ ചുണ്ടുകളിൽ നിന്ന് വിറയിലൂടെ ആ പേര് പുറത്തു വന്നു. ഒരു നിമിഷം അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് പോലും വിശ്വസിക്കാനായില്ല. ഷോണിൻ്റെ കണ്ണുകൾ ആദിയുടെ കയ്യിലിരിക്കുന്ന ഹോക്കി സ്റ്റിക്കിലേക്കും പിന്നെ നിദ്രയുടെ വയറിലേക്കും നീണ്ടു. ആ നിമിഷം അവൻ്റെ മുഖത്തെ ശാന്തത പൂർണ്ണമായും അപ്രത്യക്ഷമായി. ആദി ആ സ്റ്റിക്ക് താഴെയിട്. ആദി പതിയെ ചിരിച്ചു. ഓ, അപ്പോൾ നീ മരിച്ചിട്ടില്ല. ഷോൺ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പിന്നെ നോക്കാം.
അവൻ്റെ കണ്ണുകൾ തീ പോലെ ജ്വലിച്ചു. എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും നേർക്ക് കൈ ഉയർത്തിയതിന് എന്നാണ് നീ കണക്ക് പറയേണ്ടത്? മുറിക്കുള്ളിൽ ഒരു നിമിഷം നിശബ്ദത പരന്നു. ആദിയുടെ ചുണ്ടിൽ വീണ്ടും ക്രൂരമായ ചിരി വിരിഞ്ഞു. കണക്ക് ചോദിക്കാൻ വന്നതാണോ? നല്ലത്. വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്നതും ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആര്യ. ആ പേര് കേട്ടതും ഷോണിൻ്റെ നെറ്റി ചൊഴിഞ്ഞു. ഞാൻ ആര്യനല്ല, ഞാൻ ഷോൺ. അല്ല. ആദി പതിയെ തലകുലുക്കി. നിന്റെ ശരീരത്തിൻ്റെ പേര് ഷോൺ, പക്ഷേ നിന്റെ ആത്മാവ് ഇന്നും ആര്യൻ്റേതാ. അതും പറഞ്ഞവൻ ഹോക്കി സ്റ്റിക്ക് ഉയർത്തി ഷോണിന് നേരെ ആഞ്ഞു വീശി. ഷോൺ വേഗത്തിൽ ഒഴിഞ്ഞു മാറി. സ്റ്റിക്ക് ചുമരിലിടിച്ച് രണ്ടായി ഒടിഞ്ഞു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഷോൺ ആദിയുടെ മുഖത്തേക്ക് ശക്തമായി മുഷ്ടി ചുരുട്ടി അടിച്ചു. ആദി പിന്നിലേക്ക് തെറിച്ചു വീണു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ വീണ്ടും എഴുന്നേറ്റ് ഭ്രാന്തനെ പോലെ ചിരിച്ചു. അവൻ വീണ്ടും ഷോണിന് നേരെ പാഞ്ഞെടുത്തു. ഇരുവരും തമ്മിൽ ഉഗ്രമായി ഏറ്റുമുട്ടൽ തുടങ്ങി. ഓരോ പ്രഹരവും മുറിയെ വിറപ്പിച്ചു. പരിക്കുകളാൽ അവശനായിട്ടും നിദ്രയും കുഞ്ഞിനെയും രക്ഷിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഷോൺ പൊരുതി. നിദ്ര കണ്ണീരോടെ ആ കാഴ്ച നോക്കി. ഇച്ഛായ സൂക്ഷിക്കൂ. ആദ്യ വീണ്ടും ഷോണിനെ ആക്രമിക്കാൻ ശ്രമിച്ച നിമിഷം ഷോൺ അവൻ്റെ കൈ പിടിച്ചു തിരിച്ച് ശക്തമായി വയറ്റിലേക്ക് ഒരു പ്രഹരം നൽകി. ആ നിമിഷം നിദ്ര നിയന്ത്രണം നഷ്ടപ്പെട്ടവളെ പോലെ ഷോണിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. ഇച്ഛായ. കരച്ചിലിൽ മുങ്ങിയ അവളുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. അവൾ ഷോണിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. വിറയുന്ന കൈകൾ കൊണ്ട് അവൻ്റെ മുഖം കോരിയെടുത്തു. നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തം കണ്ടതും അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ അവൻ്റെ മുഖത്തേക്ക് വീണു. നിങ്ങൾ ജീവനോടെയുണ്ട്. അവിശ്വാസവും സന്തോഷവും ഒരുപോലെ കലർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിലും കവിളിലും കണ്ണിലും തുടർച്ചയായി ചുംബിച്ചു. ഷോൺ വേദനയോടെ പുഞ്ചിരിച്ചു. അവൻ പതിയെ നിദ്രയുടെ മുഖം ഇരു കൈകളിലും കോരിയെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഒറ്റക്കാക്കി ഞാൻ എവിടെയും പോവില്ലെന്ന്. ആ വാക്കുകൾ കേട്ടതും നിദ്ര പൊട്ടിക്കരഞ്ഞു. എനിക്കറിയായിരുന്നു. എല്ലാവരും ഇച്ചായന് മരിച്ചെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു നിങ്ങൾ തിരിച്ചു വരുമെന്ന്. ഷോൺ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. നിത്തു, കരയല്ലേ, ഞാൻ വന്നില്ലേ. അവൻ ഒരു കൈ നിദ്രയുടെ ഉദരത്തിന് മുകളിൽ വെച്ചു. നമ്മുടെ കുഞ്ഞും എൻ്റെ ധൈര്യമുള്ള ഭാര്യയും സുരക്ഷിതരാണല്ലോ, അത് മതി. ആ കാഴ്ച കണ്ടുകൊണ്ട് നിലത്ത് മുട്ടുകുത്തി കിടന്നിരുന്ന ആദിയുടെ കണ്ണുകളിൽ വീണ്ടും ഭ്രാന്ത് നിറഞ്ഞു. അവൻ പതിയെ എഴുന്നേറ്റു. ചുണ്ടുകളിൽ വീണ്ടും ആ വികൃതമായ പുഞ്ചിരി വിരിഞ്ഞു. അവൻ ആ മുറിയിൽ നിന്നും ധൃതിയിൽ പുറത്തിറങ്ങി. ഡോർ പുറത്തു നിന്നും പൂട്ടി. അവൻ്റെ പ്രവൃത്തി നിദ്രയും ഷോണിനെയും ഞെട്ടിച്ചു. ഷോൺ ഡോറിൽ ആഞ്ഞു ചവിട്ടിയെങ്കിലും ഡോർ തുറന്നില്ല. ഇനി നിങ്ങൾ രണ്ടുപേരും ഈ മുറിക്കുള്ളിൽ തന്നെ കിടന്നോളൂ. ജീവനോടെ പുറത്തു വരുന്ന സ്വപ്നം പോലും കാണണ്ട. അവന് ക്രൂരമായി ചിരിച്ചു. ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകുന്നത് ഞാൻ മാത്രമായിരിക്കും. അതും പറഞ്ഞവൻ തൻ്റെ വണ്ടിക്കരികിലേക്ക് നടന്നു. അതിലുണ്ടായിരുന്ന പെട്രോൾ എടുത്ത് തിരികെ ആ മുറിക്കരികിലേക്ക് നടന്നു. ആ മുറിയുടെ ഡോറിൻ്റെ താഴത്തെ വിടവിലൂടെ അവൻ മുറിക്കുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ചു. ശേഷം കയ്യിലെ തീപ്പെട്ടി ഉരച്ചു അകത്തേക്കിട്ടു. ഡോറിൻ്റെ താഴെയുള്ള വിടവിലൂടെ പെട്രോൾ മുറിയാകെ അതിവേഗം പടർന്നു. അടുത്ത നിമിഷം തീപ്പെട്ടിക്കൊള്ളി അകത്തേക്ക് വീണതും ഒരു നിമിഷം കൊണ്ട് തീ ആളിപ്പടർന്നു. മുറിയുടെ മൂലകളിലൂടെ ചുവന്ന തീനാവുകൾ പാഞ്ഞു കയറി. കനത്ത പുക അന്തരീക്ഷം മൂടി തുടങ്ങി. നിദ്ര, പിന്നിലേക്ക് മാറി നിൽക്ക്. ഷോൺ അവളെ തൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. പുക ശ്വസിക്കാതിരിക്കാൻ അവളുടെ മുഖം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പുറത്തുനിന്ന് ആദിയുടെ പൊട്ടിച്ചിരി ഒരു നിമിഷം കൂടി കേട്ടു. വിട ഷോൺ, നിന്റെ കഥ ഇവിടെ അവസാനിച്ചു. അവൻ്റെ കാലു ചകന്നു പോയി. അകത്ത് തീ ഓരോ നിമിഷവും ശക്തമായി ആളിപ്പടർന്നു. ഷോൺ വീണ്ടും ഡോറിലേക്ക് ഓടിച്ചെന്നു. ഒരു ശക്തമായ ചവിട്ട്. ഡോർ അനങ്ങുന്നില്ല. വീണ്ടും ചവിട്ടി. മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവൻ ഡോറിലിടിച്ചു. എന്നിട്ടും തുറന്നില്ല. നിദ്രയുടെ ശ്വാസം മുട്ടി തുടങ്ങി. ഇച്ഛായ. അവളുടെ വിറയുന്ന ശബ്ദം കേട്ടതും ഷോണിൻ്റെ കണ്ണുകളിൽ ദൃഢനിശ്ചയം നിറഞ്ഞു. ഒന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഇവിടെ നിന്ന് ജീവനോടെ കൊണ്ടുപോകും. അവൻ ചുറ്റും അതിവേഗം നോക്കി. ഡോറിലൂടെ രക്ഷപ്പെടാനാകില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ നോട്ടം മുറിയുടെ മറുവശത്തുള്ള പഴയ ജനാലയിൽ എത്തി നിന്നു. നിദ്ര, ധൈര്യമായി നിൽക്ക്.
ഷോൺ അടുത്ത് കിടന്നിരുന്ന ഭാരമുള്ള ഇരുമ്പ് അലമാര ശക്തമായി തള്ളി. അലമാര വലിയ ശബ്ദത്തോടെ മറിഞ്ഞു വീണു. അതിൽ നിന്ന് വേർപെട്ട കട്ടിയുള്ള ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ ജനലിലേക്ക് ആഞ്ഞടിച്ചു. ചില്ലുകൾ ചിതറിത്തെറിച്ചു. പക്ഷേ ഇരുമ്പ് കമ്പികൾ ഇപ്പോഴും വഴിമുടക്കി നിന്നു. തീ അതിവേഗം അവരിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ ഷോൺ ആ കമ്പികൾ വളയ്ക്കാൻ തൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചു. നെറ്റിയിലെ മുറിവിൽ നിന്ന് വീണ്ടും രക്തം ഒഴുകിയെങ്കിലും അവൻ കൈവിട്ടില്ല. നിദ്ര കണ്ണു നിറച്ച് അവനെ നോക്കി നിന്നു. ഇച്ഛായ, അവൻ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു. നമ്മൾ ജീവനോടെ ഇറങ്ങും. ആ വാക്കുകൾ അവസാനിച്ചതും പെട്ടെന്ന് നിദ്രയുടെ ഉദരത്തിൽ നിന്ന് ഒരു സ്വർണ്ണ നിറത്തിലുള്ള ദീപ്തപ്രകാശം പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെട്ടു. ആ പ്രകാശം നിമിഷങ്ങൾക്കകം മുറിയാകെ വ്യാപിച്ചു. തീജ്വാലകൾ ആ പ്രകാശത്തെ സ്പർശിച്ച നിമിഷം തന്നെ അവയുടെ ശക്തി നഷ്ടപ്പെടാൻ തുടങ്ങി. തീ ഒന്നൊന്നായി അണഞ്ഞു. അല്പസമയം മുമ്പ് തീയിൽ കത്തിയിരുന്ന മുറി ഇപ്പോൾ ദിവ്യമായ ഒരു പ്രകാശത്തിൽ മുങ്ങി നിന്നു. ആ കാഴ്ച കണ്ട് ഷോണും നിദ്രയും സ്തംഭിച്ചു പോയി. ഇതെങ്ങനെ? ഷോൺ അത്ഭുതത്തോടെ മന്ത്രിച്ചു. നിദ്രയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവളുടെ കൈകൾ അറിയാതെ വയറിലേക്ക് ചേർന്നു. ഒപ്പം ഷോണിൻ്റെയും. അടുത്ത നിമിഷം ആ പ്രകാശം വാതിലിനരികിലേക്ക് നീണ്ടു. വാതിൽ ആ നിമിഷം തുറന്നു. ഷോണും നിദ്രയും ഡോറിനരികിൽ എത്തിയപ്പോഴേക്കും ആ വാതിൽ വീണ്ടും അടഞ്ഞു. പതിയെ പ്രകാശം അവരിൽ നിന്നും അകന്നു പോയി. ഇച്ഛായ, നമ്മുടെ കുഞ്ഞ്. നിദ്ര കണ്ണ് നിറച്ച് വയറിൽ കൈവച്ചു വാതിലിനരികിലേക്ക് നോക്കി. നിത്തു, നമ്മുടെ കുഞ്ഞ് അതിൻ്റെ അവസാന ലക്ഷ്യം പൂർത്തിയാക്കി നമ്മുടെ അരികിലേക്ക് തന്നെ തിരിച്ചു വരും. നീ ഇങ്ങനെ കരയാതെ. ഷോൺ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. ആദ്യം മുന്നോട്ട് നടക്കും തോറും ഒരു പ്രകാശം അവനെ പിന്തുടരുന്നത് പോലെ തോന്നി. അവൻ ധൃതിയിൽ തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. അടുത്ത നിമിഷം ഷോൺ അങ്ങോട്ട് വന്ന അജുവിൻ്റെ കാർ തനിയെ സ്റ്റാർട്ടാവുകയും ആദിയുടെ കാറിനെ പിന്തുടരുകയും ചെയ്തു. ആദിയുടെ കാർ ഭ്രാന്തനെ പോലെ ഇരുണ്ട റോഡിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴുണ്ടായിരുന്നത് ക്രൂരതയല്ല, ഭയമായിരുന്നു. റിയർ വ്യൂ മിററിലൂടെ വീണ്ടും നോക്കിയപ്പോൾ അതേ സ്വർണ്ണപ്രകാശം ഒരു ജീവനുള്ള ശക്തിയെപ്പോലെ അത് കാറിനെ പിന്തുടരുകയായിരുന്നു. അവൻ ആക്സിലറേറ്ററിൽ കാലമർത്തി കാർ നിയന്ത്രണം വിട്ട വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. എന്നാൽ ആ പ്രകാശം പിന്നിലായില്ല, മറിച്ച് ഓരോ നിമിഷവും കൂടുതൽ അടുത്തെത്തിക്കൊണ്ടിരുന്നു. ആ പ്രകാശത്തിനുള്ളിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലുള്ള ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മിണ്ടാതിരിക്ക്! ആദ്യം ഭ്രാന്തനെ പോലെ അലറി. രണ്ട് കൈകൊണ്ടും സ്റ്റിയറിംഗ് മുറുകെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ കൈകൾ അനിയന്ത്രിതമായി വിറച്ചു. കാലുകൾക്ക് ബ്രേക്കിലും ആക്സിലറേറ്ററിലും നിയന്ത്രണം നഷ്ടപ്പെട്ടു. കാഴ്ച മങ്ങി തുടങ്ങി. റിയർ വ്യൂ മിററിൽ ഇപ്പോൾ അവൻ കണ്ടത് സ്വർണ്ണപ്രകാശത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ചെറിയ രൂപം. അതവനെ നോക്കുന്നത് പോലെ തോന്നി. എന്നെ രക്ഷിക്കൂ! ജീവിതത്തിൽ ആദ്യമായി ആദിയുടെ വായിൽ നിന്നും ആ വാക്ക് പുറത്തു വന്നു. അതേ നിമിഷം മുന്നിലുണ്ടായിരുന്ന വളവ് അവൻ കണ്ടില്ല. ടയറുകൾ റോഡിൽ ഉരഞ്ഞ ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. കാർ നിയന്ത്രണം വിട്ട് റോഡിൻ്റെ വശത്തെ ഗാർഡ് റെയിലിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ റെയിൽ തകർന്നു. അടുത്ത നിമിഷം കാർ വായുവിലൂടെ ഒന്ന് കറങ്ങി നേരെ താഴെയുള്ള പുഴയിലേക്ക് പതിച്ചു. വെള്ളം ഉയർന്ന് ചിതറി. കാർ ഏതാനും നിമിഷങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിന്നു. പിന്നെ പതിയെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തുടങ്ങി. കാറിനുള്ളിൽ കുടുങ്ങിയ ആദി ജീവൻ രക്ഷിക്കാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ വെള്ളത്തിൻ്റെ സമ്മർദ്ദം കാരണം വാതിലുകൾ അനങ്ങിയില്ല. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് മരണഭയമായിരുന്നു. അതേസമയം പുഴയുടെ മുകളിൽ ഒരു നിമിഷം സ്വർണ്ണപ്രകാശം തെളിഞ്ഞു നിന്നു. ശേഷം ആ പ്രകാശം തിരിഞ്ഞു നടന്നു. ഒടുവിൽ വീണ്ടും അത് നിദ്രയുടെയും ഷോണിൻ്റെയും അരികിലെത്തി. ഷോണിൻ്റെ തോളിൽ തല ചായ്ച്ചുറങ്ങുന്ന നിദ്രയുടെ വയറിന് മുകളിൽ പതിയെ ആ പ്രകാശം ചെറുപുഞ്ചിരി പോലെ മിന്നിത്തിളങ്ങി. അടുത്ത നിമിഷം അതൊരു നേർത്ത സ്വർണ്ണധാരയായി അവളുടെ വയറിലേക്ക് ലയിച്ചു. പ്രകാശം പൂർണ്ണമായി അപ്രതീക്ഷമായതോടെ അവളുടെ ശരീരത്തിലുടനീളം ഒരു മൃദുവായ ചൂട് പടർന്നു. ഉദരത്തിനുള്ളിൽ നിന്നും കുഞ്ഞ് പതിയെ അനങ്ങി. അടുത്ത നിമിഷം അവൾക്ക് വയറിനുള്ളിൽ നിന്നും നേരിയ വേദന അനുഭവപ്പെട്ടു തുടങ്ങി. ഇച്ഛായ, വേദനിക്കുന്നു, അവൾ വയറിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഷോൺ അവളുടെ വയറിൽ പതിയെ തൊട്ടു. ഇച്ഛായ, ശരിക്കും വേദനിക്കുക, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി. ഷോൺ ഒരു നിമിഷം നിശ്ചലനായി. നിദ്രയുടെ സാരിയിലൂടെ വെള്ളം പടരുന്നത് കണ്ടതും അവൻ്റെ മുഖത്തെ ഭാവം മാറി. നിത്തു, അവൾ ശാന്തമായി അവളുടെ തോളിൽ കൈവച്ചു.
കരയല്ലേ, നമുക്കുടനെ ആശുപത്രിയിലേക്ക് പോവാം. വയറിൽ കൈ അമർത്തി പിടിച്ച നിദ്ര വേദനയാൽ കണ്ണുകൾ അടച്ചു. ചായ, നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലല്ലോ. ഷോൺ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ഒന്നും സംഭവിക്കില്ല, നമ്മുടെ കുഞ്ഞ് ശക്തനാ, നമ്മളിരുവരും കൂടെയുണ്ട്. അവൻ സൂക്ഷിച്ചുകൊണ്ട് അവളെ താങ്ങിയെടുത്ത് കാറിലേക്ക് നടന്നു. ഓരോ നിമിഷം കഴിയുന്നോറും നിദ്രയ്ക്ക് വേദന കൂടിക്കൊണ്ടിരുന്നു. അവൾ ഷോണിൻ്റെ കൈ മുറുകെ പിടിച്ചു. പക്ഷെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നേരം കാറിൻ്റെ കീ അവിടെ എവിടെയും ഇല്ലായിരുന്നു. അവൻ അവിടെയൊക്കെ അന്വേഷിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ സമയം തന്നെ നിശ്ചലമായതുപോലെ തോന്നി. ഷോൺ വീണ്ടും കാറിൻ്റെ കീ തിരഞ്ഞു. സീറ്റിനടിയിലും ഡാഷ്ബോർഡിലും എല്ലായിടവും നോക്കി. കീ കീ എവിടെയാ? അവൻ്റെ ശബ്ദത്തിൽ ആദ്യമായി ഭയം കലർന്നു. അതേസമയം നിദ്രയുടെ വിറയുന്ന വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അവളുടെ ശ്വാസം വേഗത്തിലായിരുന്നു. വേദന ഓരോ നിമിഷവും ശക്തമായി വരികയായിരുന്നു. അവളുടെ വസ്ത്രം മുഴുവനും നനഞ്ഞിരുന്നു. ഒരു നിമിഷം കൊണ്ട് തന്നെ ഷോണിന് കാര്യം മനസ്സിലായിരുന്നു. വാട്ടർ ബ്രേക്ക് ആയിരിക്കുന്നു. ആശുപത്രി വളരെ ദൂരെയായിരുന്നു. കയ്യിൽ ഫോണില്ല. ആരെയും സഹായത്തിന് വിളിക്കാനും ഒരു വഴിയുമില്ല. ഒരു നിമിഷം ഭർത്താവിൻ്റെ ഹൃദയം ഭയപ്പെട്ടു. പക്ഷേ അടുത്ത നിമിഷം അവൻ്റെ ഉള്ളിലെ ഡോക്ടർ ഉണർന്നു. ഗൈനക്കോളജിസ്റ്റ് അല്ലെന്ന കാര്യം അവന് അറിയാമായിരുന്നു. എന്നിരുന്നാലും മെഡിക്കൽ പരിശീലനത്തിൽ പഠിച്ച അടിയന്തര പ്രസവ പരിചരണത്തിൻ്റെ ഓരോ ഘട്ടവും മനസ്സിൽ തെളിഞ്ഞു വന്നു. അവൻ നിദ്രയുടെ കൈകൾ മുറുകെ പിടിച്ചു. നിതു, എൻ്റെ മുഖത്തേക്ക് നോക്ക്. കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി. നമുക്ക് ആശുപത്രിയിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുഞ്ഞ് കാത്തിരിക്കില്ല. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ കുഞ്ഞിനെ ഇവിടെ വെച്ച് സ്വീകരിക്കേണ്ടി വരും. നിനക്ക് സമ്മതമാണോ? നിദ്ര ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. വേദനയുടെ ഇടയിലും അവൾ പതിയെ തല കുലുക്കി. എനിക്കെൻ്റെ ഇച്ഛായനെ വിശ്വാസമാണ്. ആ വാക്കുകൾ കേട്ടതും ഷോണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ഞാൻ കൂടെയുണ്ട്. നീയും നമ്മുടെ കുഞ്ഞു സുരക്ഷിതരായിരിക്കും. അവൻ ആഴത്തിൽ ശ്വാസമെടുത്തു. ആ നിമിഷം ഭർത്താവും ഡോക്ടറും ഒരാളായി മാറി. നിദ്രയെ സുരക്ഷിതമായ മുറിയിലാക്കി അരികിലിരുന്നവൻ അവളെ ധൈര്യപ്പെടുത്തി. നിതു, ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്യൂ. പേടിക്കണ്ട, ഞാൻ കൂടെ തന്നെയുണ്ട്. നിദ്ര അവൻ്റെ കൈ മുറുകെ പിടിച്ചു. നിദ്രയുടെ ശ്വാസം പതിയെ വേഗത്തിലായി. വേദനയുടെ ഓരോ തരംഗവും അവളുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൾ ഷോണിൻ്റെ കൈ കൂടുതൽ മുറുകെ പിടിച്ചു. അവളുടെ വിറയുന്ന ശബ്ദം കേട്ടെങ്കിലും ഷോൺ ശാന്തനായിരുന്നു. നിതു, ധൈര്യമായിരിക്ക്. ശ്വാസം അകത്തേക്ക്, ഇനി പതിയെ പുറത്തേക്ക്. അതെ, അങ്ങനെ തന്നെ. ഡോക്ടർമാരുടെ കൃത്യതയോടെയും ഭർത്താവിൻ്റെ സ്നേഹത്തോടെയും അവൻ ഓരോ നിമിഷവും നിയന്ത്രിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേദനയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചു. നിദ്ര അറിയാതെ ഒരു നിലവിളിയോടെ കണ്ണുകൾ അടച്ചു. എനിക്ക് പറ്റുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നത് കണ്ടതും അവൻ്റെ ഹൃദയം പൊടിഞ്ഞു. ഷോൺ അവളുടെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. നിതു മോളെ, നിനക്ക് കഴിയും. നിനക്ക് നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ? ഞാൻ കൂടെയുണ്ട്. ഒന്നുകൂടെ ട്രൈ ചെയ്യും. ആ വാക്കുകൾ നിദ്രയ്ക്ക് ധൈര്യം നൽകി. അവൾ തൻ്റെ ശേഷിച്ച മുഴുവൻ ശക്തിയും സമാഹരിച്ചു. പുറത്ത് മഴത്തുള്ളികൾ ജനലിൽ തട്ടുന്ന ശബ്ദം മാത്രം. അപ്പോൾ ഷോണിൻ്റെ മുഖത്ത് ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു, ഒപ്പം കണ്ണുനീരും. നിതു, നമ്മുടെ കുഞ്ഞ് വരുന്നു, കുറച്ചുകൂടി മാത്രം. ആ വാക്കുകൾ കേട്ടത് നിദ്രയുടെ കണ്ണുകളിൽ വേദനയ്ക്കിടയിലും സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു. അവൾ അവസാനമായി തൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചു മുന്നോട്ടാഞ്ഞു. ഒരു നിമിഷം ലോകം മുഴുവനും നിശബ്ദമായി. പിന്നെ ആ നിശബ്ദത കീറി മുറിച്ച് ഒരു കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള ആദ്യ കരച്ചിൽ ആ മുറിയാകെ മുഴങ്ങി. നിദ്രയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ഷോണിൻ്റെ കൈകളിൽ അവരുടെ കുഞ്ഞ് സുരക്ഷിതനായിരുന്നു. ഷോൺ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. തൻ്റെ കൈകളിൽ നിന്ന് ഉറക്കെ കരയുന്ന കുഞ്ഞിനെ നോക്കിയപ്പോൾ ഹൃദയം നിറഞ്ഞുപോയി. അവൻ ഉടൻ തന്നെ അജുവിൻ്റെ കാറിൽ നിന്നും കരുതിയിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്നു. അതിനുള്ളിലുണ്ടായിരുന്ന സ്റ്റെറൈൽ ഗ്ലൗസും ഉപയോഗിച്ച് കഴിയുന്നത്ര ശുചിത്വം പാലിച്ചു.
പരിശീലനത്തിൽ പഠിച്ചതുപോലെ കുഞ്ഞ് നന്നായി ശ്വസിക്കുന്നുണ്ടെന്നും മറ്റും ഉറപ്പാക്കിയ ശേഷം പൊക്കിൽ കൊടി മുറിക്കേണ്ട ഭാഗം സുരക്ഷിതമായി ക്ലാമ്പ് ചെയ്ത് സ്റ്റെറൈൽ ഉപകരണം ഉപയോഗിച്ച് ശ്രദ്ധാപൂർവ്വം മുറിച്ചു. പോലീസ് ആയതിനാൽ അജുവിൻ്റെ വണ്ടിയിൽ അത്യാവശ്യം മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു അപകടം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നത്. നിദ്ര ധരിച്ചിരുന്ന സാരിയുടെ ഒരു ഭാഗം കീറി അതിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് ക്ലീൻ ചെയ്ത് അതിനുശേഷം കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിത്തു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി. അവൻ വിറയുന്ന കൈകളോടെ കുഞ്ഞിനെ ഉയർത്തി പിടിച്ചു. നിത്തു, നമ്മുടെ കുഞ്ഞ്. നിത്തു, നമ്മുടെ കുഞ്ഞ്. ശബ്ദം ഇടറിക്കൊണ്ട് അവൻ പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ ചെറിയ നെഞ്ച് പതിയെ ഉയർന്നു താഴ്ന്നു. ചെറിയ വിരലുകൾ വായുവിൽ അനങ്ങി. ഷോൺ വിറയുന്ന കൈകളാൽ കുഞ്ഞിനെ സൂക്ഷിച്ചു പിടിച്ചു. അപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു. നിത്തു, നമ്മുടെ മോളെ നിനക്ക് കാണണ്ടേ? നിദ്ര ക്ഷീണിച്ച കണ്ണുകൾ പതിയെ തുറന്നു. അവൾ ആദ്യമായി തൻ്റെ കുഞ്ഞിനെ കണ്ട നിമിഷം അവളുടെ മുഖത്ത് വേദനയെ മറികടന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുനീർ കവിളിലൂടെ ഒഴുകിയിറങ്ങി. ഇച്ചായ, മോളാണോ? നിന്നെ പോലെ തന്നെ സുന്ദരി മോള. ഷോൺ കുഞ്ഞിനെ അതീവ ശ്രദ്ധയോടെ അമ്മയുടെ കവിളിനോട് അടുപ്പിച്ചു. ഇതേ സമയം ആദിയുടെ താവളം അറിയുന്ന അജു ഒരു ആംബുലൻസിനൊപ്പം അതിവേഗം അവിടേക്ക് എത്തിച്ചേർന്നു. രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ആംബുലൻസിൻ്റെ സൈറൺ മുഴങ്ങി തുടങ്ങിയ നിമിഷം ഷോൺ ഒരു നിമിഷം പോലും പാഴാക്കാതെ തൻ്റെ ഷർട്ട് ഊരി നിദ്രയെ ധരിപ്പിച്ചു. തുടർന്ന് അവളുടെ ദേഹത്ത് പൊതിഞ്ഞിരുന്ന സാരി ശ്രദ്ധയോടെ വലിച്ചു നീട്ടി ആരുടെയും കണ്ണുകൾ പതിക്കാതിരിക്കാൻ അവളെ മുഴുവനായി മൂടി. ആ നിമിഷത്തിലും അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തത്തേക്കാൾ കൂടുതലായിരുന്നു ജീവനേക്കാൾ പ്രിയപ്പെട്ട ഭാര്യയോടുള്ള സ്നേഹവും കരുതലും. പിന്നീടെല്ലാം അതിവേഗത്തിലായിരുന്നു. അജു വിറയുന്ന കൈകളോടെ ആ നവജാത ശിശുവിനെ ഏറ്റുവാങ്ങി. തൻ്റെ കൈകളിൽ ഒതുങ്ങിക്കിടന്ന ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു. ഷോൺ ഒരു നിമിഷം കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കി. പിന്നെ നിദ്രയിലേക്ക് തിരിഞ്ഞു. വേദന കൊണ്ട് തീർത്തും അവശയായ അവളെ അതീവ കരുതലോടെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് അവളുടെ തല നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു നിമിഷം പോലും അവളെ അകറ്റാതെ അവളെ ആംബുലൻസിലേക്ക് കയറ്റി. ആംബുലൻസിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. മെഡിക്കൽ സംഘം സ്ട്രെച്ചർ തയ്യാറാക്കി കാത്തുനിന്നു. എന്നാൽ ഷോൺ അവളെ സ്വന്തം കൈകളിൽ തന്നെയായിരുന്നു സ്ട്രെച്ചറിലേക്ക് പതിയെ കിടത്തിയത്. ആ നിമിഷം പോലും അവളുടെ കൈ അവൻ്റെ കയ്യിൽ നിന്നും വേർപെട്ടിരുന്നില്ല. സൈറൺ വീണ്ടും ഉച്ചത്തിൽ മുഴങ്ങി. അടുത്ത നിമിഷം ജീവൻ രക്ഷിക്കാനുള്ള അവസാന പോരാട്ടവുമായി ആംബുലൻസ് ഇരുട്ടിനെ കീറി ആശുപത്രിയിലേക്ക് അതിവേഗം കുതിച്ചു.